കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛിക്കഥകളും ഇതിഹാസ കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഐതിഹ്യമാലയിൽ നിന്നുള്ള ഒരു ആനക്കഥയാണ്. ഐതിഹ്യമാലയിലെ ആനക്കഥകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ആനക്കഥ. അപ്പോൾ നമുക്കൊന്ന് ഒരു ആനക്കഥ കേട്ടിട്ട് മടങ്ങി വരാം. കഥ ഇങ്ങനെയാണ്. ലക്ഷണങ്ങളെല്ലാം തികഞ്ഞ ഒരു ഗജവീരനെ നിത്യവും കണി കണ്ട് ദിവസം മുഴുവനും ഐശ്വര്യപൂർണമാക്കുക, അതായിരുന്നു മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ പദവി. അതിനു തക്ക ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഗജവീരനായിരുന്നു തിരുവട്ടാർ ആദികേശവൻ. കായംകുളം ലായത്തിൽ വെച്ച് അവനെ കണ്ട് കൗതുകം തോന്നിയ മഹാരാജാവ് ആനയെ തിരുവനന്തപുരത്തെത്തിച്ച് സംരക്ഷിക്കാൻ ഉത്തരവിട്ടു. സമർത്ഥനായ അഴകാപ്പിള്ളയെ പാപ്പാനായും നിയമിച്ചു. തിരുവട്ടാർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി പുറപ്പെട്ട മഹാരാജാവ് ആനക്കുട്ടിയെ ആദികേശവ പെരുമാളിന് മുന്നിൽ നടക്കിരുത്തിയ ശേഷം ആദികേശവൻ എന്ന് പേര് നൽകി. അങ്ങനെ അവർ തിരുവട്ടാർ ആദികേശവനായി. തിരുവട്ടാറിൽ സമർപ്പിച്ചുവെങ്കിലും മാസം തോറും 15-ാം തീയതി അവനെ കണി കണ്ട് ഉണരണമെന്ന് മഹാരാജാവ് നിശ്ചയിച്ചു. അഴകാപ്പിള്ളയെ അതിന് ചുമതലപ്പെടുത്തി. രാവിലെ കൃത്യം 3 മണിക്ക് ഉറക്കമുണർന്ന മഹാരാജാവ് ആദികേശവനെ കണി കണ്ട ശേഷമേ മറ്റെന്തിനും പുറപ്പെടൂ. സകല ലക്ഷണങ്ങളും തികഞ്ഞ നല്ല ഒരാന, സദ്ഗുണ സമ്പന്നനായ പാപ്പാൻ. അവരുടെ ഒത്തൊരുമ അപാരം തന്നെ. ഐരാവതത്തിന് തുല്യം ഭംഗിയുള്ള കരിവീരൻ, നീണ്ടുവളഞ്ഞ് മിനുസമേറിയ കൂർത്ത കൊമ്പുകൾ, 10 അടിയിലേറെ ഉയരം, നല്ല തലയെടുപ്പ്, വിരിവുള്ള മസ്തകം, മുഴുത്ത തുമ്പിക്കരം, കുറുകിയ കഴുത്ത്, വിശാലമായ ചെവികൾ, കടഞ്ഞെടുത്ത ശില്പം പോലെ മനോഹരമായ ഒരു കൊമ്പൻ, നല്ല ദേഹപുഷ്ടിയും അതിനൊത്ത ശരീരബലവും. എത്ര വലിയ തടിയായാലും അവൻ പിടിച്ചു മാറ്റിവെക്കും. വടിയെടുക്കാതെ ചീത്ത വിളിക്കാതെ ആനയെ പരിപാലിക്കുന്ന പാപ്പാൻ. എല്ലാ മാസവും 15-ാം തീയതി അവർ കൃത്യമായി രാജസന്നിധിയിലെത്തും. ആനയെ കൺകുളിർക്കെ കണ്ട ശേഷം മഹാരാജാവ് അവനായി കരുതി വെച്ച ശർക്കര, കരിമ്പ്, നാളികേരം എന്നിവ നൽകി സന്തോഷിപ്പിക്കും. വയറ് നിറയെ ഭക്ഷണം കഴിച്ച ശേഷം അവൻ മുട്ടുകുത്തി യാത്ര പറയും. അടുത്ത മാസം കാണാമെന്ന ഉറപ്പുമായി പിന്നോട്ട് നടന്നു നീങ്ങിയിട്ട് തിരിഞ്ഞു നടക്കും. തിരുവട്ടാർ ആദികേശവൻ നിത്യേനയുള്ള പതിവുകളെല്ലാം ആ ഗജവീരന് നല്ല നിശ്ചയമാണ്. അതുപോലെ മാസം തോറുമുള്ള യാത്രയും ചിട്ടയായി നടത്താൻ പാപ്പാൻ്റെ നിർദ്ദേശം പോലും ആവശ്യമില്ല. നിത്യേനയുള്ള പതിവുകളെല്ലാം ആ ഗജവീരന് നല്ല നിശ്ചയമാണ്. അതുപോലെ മാസം തോറുമുള്ള യാത്രയും ചിട്ടയായി നടത്താൻ പാപ്പാൻ്റെ നിർദ്ദേശം പോലും ആവശ്യമില്ല. അഴകാപ്പിള്ളയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത സന്ദർഭത്തിൽ തനിയെ തിരുവനന്തപുരത്ത് ചെന്ന് മഹാരാജാവിനെ മുഖം കാണിച്ച് കൃത്യമായി മടങ്ങിയെത്താൻ അവന് കഴിഞ്ഞിരുന്നു. കാലം കടന്നുപോയി. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നാട് നീങ്ങിയ വിവരം അഴകാപ്പിള്ള അവനെ അറിയിച്ചിരുന്നില്ല. അടുത്ത മാസവും പതിവ് പോലെ അവൻ രാജധാനിയിലെത്തി. ആ സമയത്ത് മഹാരാജാവ് ഗാഢനിദ്രയിലായിരുന്നു. ആദികേശവൻ പതിവ് പോലെ ഉച്ചത്തിലുള്ള ശബ്ദം മുഴക്കി. അപ്രതീക്ഷമായ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന മഹാരാജാവ് ഭൃത്യന്മാരോട് കൽപ്പിച്ചു, ആരവിടെ? ആരാണ് ഈ ജന്തുവിനെ അസമയത്ത് ഇവിടെ എത്തിച്ചത്?
വേഗം കൊണ്ടുപോകാൻ കൽപ്പിക്കൂ. അപരിചിത സ്വരത്തിലുള്ള ശാസന കേട്ട് അവൻ നടുങ്ങി. അഴകാപ്പിള്ളയെ താങ്ങിയെടുത്ത് പുറത്തിരുത്തിയ ശേഷം അവൻ ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. തിരിഞ്ഞു നോക്കാതെയുള്ള പാച്ചിൽ. ഓടി ഓടി നെയ്യാറ്റിൻകരയിലെത്തിയപ്പോഴേക്കും നേരം ഉദിച്ചിരുന്നു. പരിഭ്രമം തെല്ലും ശമിച്ച ആന പതുക്കെ നിന്നു. അഴകാപ്പിള്ള താഴെ ഇറങ്ങി അവനെ സാന്ത്വനിപ്പിച്ച് ക്ഷേത്രത്തിലെത്തിച്ചു. എൻ്റെ കേശവാ, നിന്റെ ഒരു പരിഭ്രമം. നീ കേട്ട ശബ്ദം നമ്മുടെ പുതിയ മഹാരാജാവിൻ്റേതാണ്. അദ്ദേഹത്തിന് നമ്മുടെ പതിവുകൾ അറിയില്ല. നമ്മുടെ തമ്പുരാൻ നാട് നീങ്ങിപ്പോയി. ധർമ്മരാജാവായ ഇദ്ദേഹമാണ് ഇനി നമ്മുടെ തമ്പുരാൻ. ആനയുടെ അലർച്ചയും ഓട്ടവും മൂലമുണ്ടായ കോലാഹലം ഒന്ന് ശമിച്ചപ്പോൾ മഹാരാജാവ് വിവരമെല്ലാം അന്വേഷിച്ചറിഞ്ഞു. ആദികേശവനെ ഉടൻ അവിടെ എത്തിക്കാൻ മഹാരാജാവ് ഉത്തരവിട്ടു. പക്ഷെ അറിഞ്ഞിട്ടും അവൻ കേട്ടതായി നടിച്ചില്ല. അഴകാപ്പിള്ളയെ അനുസരിക്കാത്ത അപൂർവ സന്ദർഭങ്ങളിൽ ഒന്നായിരുന്നു അത്. ആന ഇവിടെ വന്നില്ലെങ്കിൽ താൻ അവിടെ എത്തുമെന്നായി മഹാരാജാവ്. ഒടുവിൽ പാപ്പാന്റെ നിർബന്ധം മൂലം അവൻ തിരുവനന്തപുരത്തേക്ക് നടന്നു. തലസ്ഥാനത്തു ചെന്ന് ആനയെ കരമനയാറ്റിലിറക്കി കുളിപ്പിച്ചു. കുറി തൊടുവിച്ച് മഹാരാജാവിനെ മുന്നിലെത്തിച്ചു അഴകാപ്പിള്ള. തൻ്റെ തമ്പുരാനെ ഓർത്ത് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അവൻ പഴവും മറ്റും വാങ്ങിത്തിന്നു. അഴകാപ്പിള്ളയ്ക്ക് പതിവുള്ള പണവും മുണ്ടും നൽകി രാജാവ് പറഞ്ഞു, പതിവ് മുടക്കണ്ട, പക്ഷേ 3 മണിക്ക് പകരം 4 മണിക്ക് വന്നാൽ മതിയെന്ന് മാത്രം. അത് കേട്ട് സമ്മതഭാവത്തിൽ ഒന്ന് മൂളിയ ശേഷം അവൻ മടങ്ങി. മഹാരാജാവ് സമ്മാനിച്ച 3 ഇഴ മണിമാല ചാർത്തി തല ഉയർത്തിപ്പിടിച്ചുള്ള അവൻ്റെ നിൽപ്പ് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. എത്ര കനമുള്ള കോലം ശിരസിൽ വെച്ചു കൊടുത്താലും തല ഉയരുകയല്ലാതെ താഴുകയില്ല. 80 കിലോ ഭാരമുള്ള മാലയും കഴുത്തിലിട്ട് വലിയ കോലവും ശിരസിലേറ്റി എത്ര മണിക്കൂർ വേണമെങ്കിലും അവൻ അവിടെ നിൽക്കും. തടി പിടിക്കുന്ന കാര്യത്തിലും അതിസമർത്ഥനായിരുന്നു കേശവൻ. അഴകാപ്പിള്ളയ്ക്കും ആദികേശവ പെരുമാളിനും അവനുമുള്ള വീതം പറഞ്ഞുറപ്പിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ തടിയും അവൻ വലിച്ചു വയ്ക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ആദ്യം പറഞ്ഞതിലും വലിയ തടിയാണെങ്കിൽ അവൻ തൊടില്ല. പറഞ്ഞതിലും കൂടുതൽ ദൂരമുണ്ടെങ്കിലും അവൻ ആ തടി തിരികെ വലിച്ച് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി ഇടും. ഒരിക്കൽ ഒരാൾ ഇപ്രകാരം കേശവനെ പറ്റിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലം അനുഭവിച്ചു. കരാർ പ്രകാരമുള്ളതിലും വളരെ ദൂരെയായിരുന്നു സ്ഥലം. കേശവൻ ഒട്ടും മടിച്ചില്ല. തടി വലിച്ച് ഏറെ ദുർഘടമായ ഒരിടത്ത് കൊണ്ടുപോയി ഇട്ടു. തെറ്റുപറ്റിയതായി സമ്മതിച്ച് ഉടമസ്ഥൻ മാപ്പ് പറഞ്ഞു. പ്രായശ്ചിത്തമായ ക്ഷേത്രത്തിൽ പന്തീരുനായി പായസവും പണവും സമർപ്പിച്ചു. കേശവനും പാപ്പാനുമുള്ള വീതം മുൻകൂർ നൽകിയ ശേഷം മാത്രമേ കേശവൻ വഴങ്ങിയുള്ളൂ. അല്ലാത്ത പക്ഷം ആര് പറഞ്ഞാലും അവൻ ആ തടിക്കഷ്ണം തൊടുകയില്ല. മറ്റാനകൾ ശ്രമിച്ചാലോ ആ തടി ഇളകുക പോലുമില്ല. പിന്നെന്തു ചെയ്യും? ഉടമസ്ഥൻ കീഴടങ്ങി സലാം പറയും. ഇത്തരം സംഭവങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലം മുതൽ അഴകാപ്പിള്ളയല്ലാതെ വേറൊരാൾ അവന് പാപ്പാനായി വന്നിട്ടില്ല. 25-ാം വയസ്സിൽ അവനോടൊപ്പം കൂടിയ പാപ്പാനും ആനയ്ക്കും വയസ്സ് 85 കഴിഞ്ഞു. എഴുന്നേറ്റ് നടക്കാൻ കഴിയാതാവും വരെ അയാൾ ആനയെ പരിപാലിച്ചു. പാപ്പാന് വയ്യാത്ത സമയങ്ങളിൽ ആന തനിയെ ക്ഷേത്രത്തിലെത്തിച്ചതിൻ്റെ ജോലികൾ ഭംഗിയായി നിർവഹിച്ചു. നല്ലവനായ അഴകാപ്പിള്ള അധികം കിടന്നില്ല. ആ വീട്ടിൽ നിന്ന് ഉയർന്ന നിലവിളി ശബ്ദം കേട്ട് കാര്യം ഗ്രഹിച്ച് ആദികേശവൻ പറമ്പിൽ ചെന്ന് നീണ്ടു നിവർന്ന് കിടന്നു. അവൻ പിന്നെ എഴുന്നേറ്റില്ല. പിറ്റേന്ന് രാവിലെ 2 പേരുടെയും സംസ്കാര കർമ്മങ്ങൾ അനേകായിരം പേരുടെ സാന്നിധ്യത്തിൽ ആ വീട്ടുവളപ്പിൽ നടന്നു. 25-ാം വയസ്സിൽ യോജിച്ച അവരെ വേർപെടുത്താൻ മരണത്തിന് പോലും സാധിച്ചില്ല. ഇത്രയുമാണ് കഥ. അപ്പോൾ നമ്മളൊരു അതിമനോഹരമായ ഒരു ആനക്കഥയാണ് കേട്ടത്. ഐതിഹ്യമാലയിൽ നിന്നെടുത്ത ഒരു ഗംഭീര ആനക്കഥ. ആനക്കഥകൾ എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല. കുട്ടിക്കാലത്ത് ഈ ആനക്കഥകൾ കേൾക്കാൻ വലിയ താല്പര്യമായിരുന്നു. അന്നൊരു തയ്യൽക്കാരൻ്റെയും ഒരാനയുടെയും കഥയുണ്ട് അല്ലേ? ആനയുടെ പ്രതികാരത്തിൻ്റെ കഥ. സൂചി കൊണ്ട് കുത്തിയ തയ്യൽക്കാരൻ അല്ലേ?
പ്രതികാരദാഹിയായ ആന ഓർമ്മയിൽ സൂക്ഷിച്ച ആ മുഖം വെള്ളം കൊണ്ട് ചീറ്റി തൻ്റെ പ്രതികാരം വീട്ടുകയാണ്. ഇന്ന് ആന വളരെ ദുരിതത്തിലാണ്. കാലാവസ്ഥയൊക്കെ മാറി, അസഹനീയമായ കാലാവസ്ഥ. മനുഷ്യർക്ക് പോലും ഈ കാലാവസ്ഥ താങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ആനയുടെ കാര്യം. വനവൽക്കരണമൊക്കെ കാരണം എനിക്ക് തോന്നുന്നു ഇപ്പം നാടൊക്കെ പതുക്കെ കാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ, നശീകരണം ഉണ്ടെങ്കിലും കുറച്ച് ഭാഗമൊക്കെ വീണ്ടും പച്ചപ്പൊക്കെ പിടിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ 2021 മുതൽ 2024 ജൂലൈ വരെ കൊല്ലപ്പെട്ടത് 316 പേരാണ്. പരിക്കേറ്റത് 3677 പേർക്ക് പരിക്കേറ്റു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളുമൊക്കെ അല്ലേ നമ്മൾ ഈ ആനയുടെ ആക്രമണം പത്രത്തിൽ വായിച്ചതാണ്. ഒരു സ്ത്രീയെ കൊന്നു, ഒരു ആദിവാസി സ്ത്രീയെ കൊന്നു. 1844 വളർത്തു മൃഗങ്ങൾ നഷ്ടമായെന്നും സർക്കാർ പുറത്തുവിട്ട കണക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണ്. 2024 വർഷത്തിൽ ജൂലൈ വരെയുള്ള കണക്കനുസരിച്ച് മരണം 10 ആയിരുന്നു, പരിക്കേറ്റവർ 59 ആയിരുന്നു, വളർത്തു മൃഗങ്ങൾ 60 ആയിരുന്നു, വിളനാശം 455 ആണ്. അപ്പോൾ എത്ര കൃഷിയിടങ്ങളിൽ വിളനാശം സംഭവിച്ചു എന്നുള്ള കണക്കാണ് ഈ 455. 2023-24 കാലഘട്ടത്തിൽ അത് 94 ആയിരുന്നു മരണം. പരിക്ക് 1603 പേർക്കായിരുന്നു. 633 വളർത്തുമൃഗങ്ങളാണ് കൊല്ലപ്പെട്ടത്. 6108 കൃഷിയിടങ്ങളിൽ വിളനാശം സംഭവിച്ചു. 2021-22 കാലഘട്ടത്തിൽ മരണം 114 പരിക്കേറ്റവർ 758. വളർത്തുമൃഗങ്ങൾ ഈ വന്യജീവി ആക്രമണത്താൽ കൊല്ലപ്പെട്ടത് 514. വിളനാശം സംഭവിച്ചത് 6580 കൃഷിയിടങ്ങളിൽ ആണ് വിളനാശം സംഭവിച്ചത്. അപ്പോൾ ഇതൊരു ഞെട്ടിക്കുന്ന സത്യമായി അല്ലേ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു വർഷത്തിലെ മനുഷ്യൻ ചെയ്യുന്ന ക്രൂരത, മൃഗത്തോട് തിരിച്ച് മൃഗം മനുഷ്യന് ഏൽപ്പിക്കുന്ന മുറിവുകളും നഷ്ടങ്ങളും എന്താണ് ഒരു പോംവഴിയെന്ന് നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ട കാര്യമാണ്. ഇതിഞ്ഞ് കൂടിക്കൊണ്ടേയിരിക്കും. സംരക്ഷണം മൂലം മൃഗങ്ങളുടെ എണ്ണം ചിലപ്പോൾ കൂടുന്നുണ്ടാവും. അതൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു, വ്യക്തമായി പഠിക്കേണ്ടിയിരിക്കുന്നു. ചില കണക്കുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ചിലത് കൂടിയെന്നും കാണിക്കുന്നുണ്ട്, കുറഞ്ഞൊന്നും കാണിക്കുന്നു. എന്തായാലും ഇപ്പോൾ വന്യമൃഗങ്ങൾ നാട്ടിലോട്ട് ഇറങ്ങുന്നത് വലിയ ഒരു നിത്യസംഭവമാണ്. കടുവയും പുലിയും എല്ലാം ആക്രമിക്കുന്നുണ്ട്. കടുവ പിടിച്ചെന്ന് നമ്മൾ വായിച്ചു അല്ലേ, ഒരു യുവതിയെ ഇന്നലെയായിരുന്നു തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. എന്തായാലും ഇന്നത്തെ കഥാസാരം ഞാൻ ഇതുമായിട്ടൊന്ന് കൂട്ടി ഇണക്കി പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഒരു നല്ല ആനക്കഥയാണ്, സ്നേഹമുള്ള ഒരു ആനക്കഥ അല്ലേ, നല്ല ഓർമ്മശക്തിയുള്ള ഒരു ആന, വ്യക്തിത്വമുള്ള ആനയെന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. അങ്ങനെയൊക്കെയുള്ള ഒരു ആനയുടെ കഥയാണ് നമ്മൾ കേട്ടത്. എന്തായാലും ഞാനിവിടെ നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി നമുക്ക് കേട്ടുമുട്ടാം. ഇത്ര നേരം എന്നെ ക്ഷമയോട് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.